നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു ചൊല്ലുണ്ട്. അത് സാറ് അറിയോന്നറിയില്ല. നമ്മള് നല്ല രസം ഉണ്ടാക്കുന്ന ആളാണ് നല്ല പാചകക്കാരൻ എന്ന് ആ. പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം ഒരു ഷെഫിനെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഷെഫിന്റെ വാല്യൂ അളക്കുന്ന സമയത്ത് ഇയാളൊരു നല്ല ഷെഫാണെന്ന്, അതായത് ഷെഫാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒരു സെപ്പറേറ്റ് ഡിഷസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു യൂണീക്ക് ഡിഷ് ഉണ്ട്? അങ്ങനെ ഡിഷിൽ ഞാൻ അങ്ങനെ ചെയ്യല്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ബേഡ്സിലൊക്കെ ആണെങ്കിൽ എനിക്കറിയാം. ഫസ്റ്റ് ഇവരായിട്ടൊരു മീറ്റ് ചെയ്യുമല്ലോ. ഉം. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ അറിയും. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാലും അവരുടെ പേഷങ്ങൾ നമുക്ക് ഏകദേശം അറിയുമ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റ് ഇഷ്ടമുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അറിയും. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. കമ്മ്യൂണിക്കേഷനിൽ ടെക്നിക്കലായ ചില വേർഡ്സ് ഞാൻ ഉപയോഗിക്കുമ്പോഴോ ടെക്നിക്കലായ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 50% അവരറിയും, അവർ ഓക്കെയാണ് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ബ്രെഡ്സിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ബക്കറ്റ് ഞാൻ ഡോ അടിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ ഉള്ള ബക്കറ്റിൻ്റെ റെസിപ്പി ഒക്കെ ഇടും. അതായത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് വെള്ളം പോലെ ഉണ്ടാവും. അതിൻ്റെ ഡോ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നല്ലൊരു ബേക്കറാണ്.